ഞാൻ ഡോക്ടർ വി.കെ. സുലോചന, സീനിയർ ഗൈനക്കോളജിസ്റ്റ്. ഞാൻ വർക്കിംഗ് ഇൻ ആത്രേയ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രസ്റ്റ് മിൽക്ക് ഒരു പരിപൂർണ പോഷകാഹാരമാണ്. കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ബ്രസ്റ്റ് മിൽക്ക് അത്യന്താപേക്ഷിതമാണ്. ശരിയായ അളവിൽ, ശരിയായ അനുപാതത്തിൽ എല്ലാ പോഷകങ്ങളും, കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും ഈ ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഏറ്റവും അഭിലഷണീയമായ ഭക്ഷണമാണ്. ഈ പ്രസവിച്ച ഉടനെ അമ്മമാരുടെ ബ്രസ്റ്റിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന കൊളസ്ട്രോം എന്ന് പറയുന്ന ഒരു പാലുണ്ട്. അത് ഇമ്മ്യൂൺ ബോഡീസിന്റെ കലവറയാണ്. അത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ പ്രതിരോധ ശക്തി വളരെ അധികമായ തോതിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് അസുഖങ്ങൾ വരാതിരിക്കുന്നതിന് ഏറ്റവും അധികം സഹായിക്കും. ആദ്യത്തെ 6 മാസം കുഞ്ഞുങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് മിൽക്ക് മതി. എല്ലാം ശരിയായ വളർച്ചയ്ക്ക് അത് ഉതകും. അസുഖങ്ങൾ വരികയില്ല, പ്രതിരോധ ശക്തി കൂടും. അമ്മയുമായുള്ളൊരു വൈകാരിക ബന്ധം, സ്നേഹബന്ധം ബ്രസ്റ്റ് മിൽക്കിൽ നിന്നാണ് കിട്ടുന്നത്. കുട്ടിയെ എപ്പോഴും സിറ്റിംഗ് പോസ്റ്ററിൽ കുട്ടിക്ക് ഫീഡ് ചെയ്യണം. അതാണ് നല്ല രീതി. ലൈങ് പോസ്റ്ററിൽ കിടന്നു കഴിഞ്ഞാൽ കുട്ടി ചിലപ്പോൾ വോമിറ്റിംഗ് വന്ന് വോമിറ്റസ് കുട്ടിയുടെ ലങ്സിലേക്ക് ആസ്പിറേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അത് കുട്ടിയുടെ ജീവന് തന്നെ അപകടം വന്നേക്കും. അതുകൊണ്ട് സിറ്റിംഗ് പോസ്റ്ററിൽ കംഫർട്ടബിളായി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നതാണ് ഉത്തമം. 1 വയസ്സ് വരെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രീക്വൻസി കുറയ്ക്കാം. ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഫ്രീക്വൻസി കുറയ്ക്കുക. എന്നിട്ട് മുതിർന്നവർ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും കുട്ടിക്ക് ആ സമയമാകുമ്പോഴേക്കും ദഹിക്കും. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ബെനിഫിഷ്യലാണ് ബ്രസ്റ്റ് ഫീഡിങ്. എത്രത്തോളം അതിന്റെ പ്രാധാന്യം വളർത്തിയതാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതാം.